ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ ഒരു ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടാ. ഈ ഹെലികോപ്റ്റർ ആക്ച്വലി വർക്കാവില്ല. ഇത് ഫുള്ള് കേടായിട്ടിരിക്കുക. എനിക്ക് വേണമെങ്കിൽ അത് റിപ്പയർ ചെയ്യായിരുന്നു. പക്ഷെ ഇത് റിപ്പയർ ചെയ്യണമെങ്കിലേ കുറെ പൈസ ചിലവാവും. എൻ്റെ കയ്യിലാണെങ്കിൽ അധികം പൈസ ഇല്ല. അതാണ് പ്രശ്നം. ഉണ്ടായിരുന്നെങ്കിൽ അത് റിപ്പയർ ചെയ്തേനെ. എടാ ജാക്കേ, ഇങ്ങോട്ടേക്ക് വന്നേ, ഒരു കാര്യം പറയണ്ട്. ഏയ് ഇതെന്തത്? രാജോട്ടൻ നമ്മളെ വിളിക്കണ്ടല്ലോ. രാജോട്ടാ, എന്തേ എന്താ വിളിച്ചേ? എടാ ജാക്കേ, അതെ നിന്റെ കൂട്ടുകാരനില്ലേ ആ ഫ്രാങ്ക്ലിൻ, അവനെ കുറച്ച് ഗുണ്ടകൾ കിഡ്നാപ്പ് ചെയ്തേക്കാ. ഏ, നമ്മുടെ ഫ്രാങ്ക്ലിനെ കിഡ്നാപ്പ് ചെയ്യേ? ആടെ ജാക്കേ, ഞാൻ കാര്യമായിട്ട് പറയണേ, നമ്മുടെ ഫ്രാങ്ക്ലിനെ ആരോ കിഡ്നാപ്പ് ചെയ്തു. നീ ആ ടി വി ഓണാക്കി നോക്കി നോക്കിയേ, അപ്പോൾ കാണാൻ പറ്റും. അത് ശരി, അതിപ്പോ ഞാൻ ടി വി ഓണാക്കി നോക്കി നോക്കട്ടെ. ഗൈസ്, ഇത് കണ്ടില്ലേ, നമ്മുടെ ഫ്രാങ്ക്ലിനെ ആരോ കിഡ്നാപ്പ് ചെയ്തേക്കാ. ഇത് ഏതോ ഗ്യാങ്ങിൻ്റെ ആൾക്കാരാ. എന്നാലും ഇത് ഏതാണോ ഗ്യാങ് കേട്ടാ? കണ്ടിട്ട് ലോസ്റ്റ് ഗ്യാങ്ങാന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇവന്മാരുടെ കയ്യിലേ നല്ല വെപ്പൺസ് ഉണ്ട്. ഒരുത്തൻ്റെ കയ്യിൽ RPG ഉണ്ട്. ഇന്ന് മിക്കവാറും ഫ്രാങ്ക്ലിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. എന്താപ്പോൾ ചെയ്യുക? നമുക്ക് ഫ്രാങ്ക്ലിനെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഫ്രാങ്ക്ലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് അവനെ രക്ഷിക്കാം. നമുക്കേ അവൻ്റെ സിറ്റിയിലേക്ക് പോവാം. എങ്ങനെ ഇപ്പോൾ അവൻ്റെ സിറ്റിയിൽ പോവുക? അവൻ്റെ സിറ്റിയിൽ പോകണമെങ്കിലേ നമുക്കൊരു പ്ലെയിൻ വേണം. എൻ്റെ കയ്യിൽ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. ആ ഹെലികോപ്റ്റർ പക്ഷെ കേടായിക്കാ. ഏത് നേരത്താണാവോ ഹെലികോപ്റ്റർ കേടായേ? എന്നിട്ടേലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. ഷോറൂമിൽ പോയിട്ട് ആ മാനേജറിനോട് ചോദിച്ചു നോക്കാം ഒരു ഹെലികോപ്റ്റർ കിട്ടുമെന്ന്. അഥവാ ഹെലികോപ്റ്റർ കിട്ടുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലേ, നമുക്കതിൽ കയറി പോവാം. അപ്പോൾ ഇതാണ് ആ ഷോറൂം. നമുക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഹലോ ചേട്ടാ, അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഹെലികോപ്റ്റർ വേണം. ഒരു ഹെലികോപ്റ്റർ കിട്ടാൻ വഴിയുണ്ടോ? ആടെ ജാക്കേ, എൻ്റെ കയ്യിൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ തരാം. ഞാൻ പക്ഷേ ഫ്രീ ആയിട്ട് തരില്ല. നീ എനിക്ക് ഒരു മോഡിഫൈഡ് കാറ് കൊണ്ടുപോവാ, അന്നേരം ഹെലികോപ്റ്റർ തരാം. മോഡിഫൈഡ് കാറാ? കാറൊക്കെ ഞാൻ പിന്നെ തരാം. ഇപ്പോൾ ഹെലികോപ്റ്റർ തായോ, എനിക്ക് സമയമില്ല, അത്യാവശ്യമാ. ഏയ് അതൊന്നും ശരിയാവില്ല. എനിക്ക് ആദ്യം മോഡിഫൈഡ് കാർ തായോ, അന്നേരം ഹെലികോപ്റ്റർ തരാം. ഓ, ഇയാളെ കൊണ്ട് തോറ്റൂലോ. അയാളുടെ കയ്യിലേ ഹെലികോപ്റ്റർ ഉണ്ടെന്ന്, പക്ഷെ തരാൻ പറ്റില്ലെന്ന്. തരണമെങ്കിലേ നമുക്ക് അയാൾക്ക് ഒരു മോഡിഫൈഡ് കാർ കൊടുക്കണമെന്ന്. അതിപ്പോൾ സീനില്ല. നമ്മുടെ കയ്യിലേ ഈ ഒരു താറുണ്ട്. തൽക്കാലം ഈ താറങ്ങ് മോഡിഫൈ ചെയ്ത് കൊടുക്കാം, അല്ലാണ്ട് ഇപ്പോൾ വരെ വഴിയില്ല. ഇവിടെ പിന്നെ അടുത്തേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് ബെന്നിയുടെ വർക്ക്ഷോപ്പാ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നേക്കാം. ഇനി നമുക്ക് ഈ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. പെടയായിട്ട് ചെയ്യണ്ട, ജസ്റ്റ് തട്ടിക്കൂട്ടി കാണിച്ചാൽ മതി. നമുക്ക് ഈ ടയറിൻ്റെ സൈസ് കൂട്ടാം, അത് മാത്രം ചെയ്താൽ പോരെ. നൈട്രോയും ഇൻസ്റ്റാൾ ചെയ്യാം, അത് മതി. അധികം ആഡംബരം വേണ്ട. ഇനിയിപ്പോൾ ഷോറൂമിലേക്ക് പോവാം, എന്നിട്ട് ഈ കാറ് കൊടുക്കാം. ഇവിടെ ഞാൻ വണ്ടി മോഡിഫൈ ചെയ്തോട്ടാ. ടയറിൻ്റെ സൈസ് കൂട്ടി, അതിൻ്റെ അർത്ഥം ഈ വണ്ടി മോഡിഫൈഡാ. ഹലോ ചേട്ടാ, അതെ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ മോഡിഫൈഡ് കാറ് കൊണ്ടുവന്നു. പുറത്ത് ഒരു താറ് ഇരിക്കുന്നുണ്ട്, അത് മോഡിഫൈഡാ. ചേട്ടൻ തൽക്കാലം ആ കാർ എടുത്തോ, എന്നിട്ട് ഹെലികോപ്റ്റർ തന്നേക്ക്. എടാ ജാക്ക്, നീ എന്താ വിചാരിച്ചേ ഞാൻ പൊട്ടനാന്ന്? വെറുതെ ടയറിൻ്റെ സൈസ് മാത്രം കൂട്ടി എന്നിട്ട് ആളെ പറ്റിക്കാൻ നോക്ക്. നിനക്ക് ഞാൻ ഹെലികോപ്റ്റർ തരില്ല. പോയിട്ട് ഒരു മോഡിഫൈഡ് കാർ കൊണ്ടുപോവാ, അതും ഫുള്ളി മോഡിഫൈഡ്. ഫുള്ളി മോഡിഫൈഡ് അല്ലേ? എന്നാ പിടിച്ചോ, ചാവട അങ്ങോട്ട്. ഇയാൾ കാരണം വെറുതെ ടൈം വേസ്റ്റായി. ഇതെന്തത്? എനിക്കിവിടെ സ്റ്റാർ കിട്ടിയല്ലോ. പോലീസുകാർ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാ പിടിച്ചോ. ഏയ് ഇതെന്തുണ്ടായേ? എൻ്റെ താറിനും തീ പിടിച്ചല്ലോ. ഞാൻ ആ പോലീസിൻ്റെ വണ്ടിമേയാ RPG വിട്ടെ, പക്ഷെ എന്നെ താർമ്യം കൊണ്ടു. ഈ പോലീസുകാരും എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യണട്ടാ. എനിക്ക് ഫ്രാങ്ക്ലിനെ രക്ഷിക്കാനുള്ളതാ. എന്താപ്പോൾ ചെയ്യുക? ഹെലികോപ്റ്റർ അവിടെ നിന്ന് സെറ്റാക്ക. എനിക്ക് പിന്നെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് എയർപോർട്ടിൽ പോവാട്ടാ. എയർപോർട്ടിൽ നിന്ന് എന്തായാലും പ്ലെയിന് കിട്ടും. ഓ, ആദ്യമേ അങ്ങോട്ടേക്ക് പോയാൽ മതിയായിരുന്നു കേട്ടാ, അല്ലെങ്കിൽ ഇത്രയും ടൈം വേസ്റ്റ് ആവില്ലായിരുന്നു. ഇവിടെ പിന്നെ പോലീസൊക്കെ പോയി, വാണ്ടഡ് ലെവലിൽ പോയി.
അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഞാൻ പിന്നെ എല്ലാത്തിനും തീർത്തളഞ്ഞേ. ഇനിയിപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിൽ പോകാനായിട്ട് എനിക്ക് വണ്ടിയൊന്നുമില്ല. തൽക്കാലം ഈ ഷോറൂമിൽ നിന്ന് ഒരു ബൈക്ക് മേടിക്കാം. എന്നിട്ട് അതെടുത്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാം. ഞാൻ പിന്നെ കവാസയ്ക്ക് നിഞ്ച എടുത്തേ. നിഞ്ച നൈസ് ബൈക്കാ. ഇത് നല്ല സ്പീഡിൽ പോവേ. എന്നിട്ടായാലും നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളെങ്ങനെ എയർപോർട്ടിൽ വന്നേക്കാ. ഈ ബൈക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇതെന്തത്, ഇവിടെ പ്ലെയിനൊന്നും ഇല്ലേ? ആ, അവിടെ മുമ്പിൽ ഒരു പ്ലെയിൻ ഉണ്ട് കേട്ടാ. ഒരു ചെറിയ പ്ലെയിനാന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ചെറിയ പ്ലെയിനായാലും കുഴപ്പമില്ല. നമുക്ക് ഈ പ്ലെയിൻ എടുത്തോണ്ട് പോവാം. ഫ്രാങ്ക്ലിൻ്റെ കാര്യം എന്താണാവോ? എന്നാലും അത് ലോസ്റ്റ് ഗാങ്ങിൻ്റെ ആൾക്കാരാണ് കേട്ടാ, അത് ഉറപ്പാ. ഈ ലോസ്റ്റ് ഗാങ്ങിൻ്റെ ആൾക്കാരില്ലേ, അത് ലോസ് ആൻഡോസിലുള്ള ആൾക്കാരാ. അവരിപ്പോൾ എന്തിനാണാവോ ഇന്ത്യയിലേക്ക് വന്നേ, അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. എന്നിട്ടായാലും നമുക്കേ ഫ്രാങ്ക്ലിൻ്റെ സിറ്റിയിൽ പോവാം. എന്നിട്ട് അവനെ പോയിട്ട് രക്ഷിക്കാം. ഓക്കെ, നമ്മളെങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D സിറ്റിയിൽ വന്നേക്കാ. ഫ്രാങ്ക്ലിൻ്റെ വീട് ഈ ഭാഗത്ത് എവിടെ ഉള്ളത്? നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, പ്ലെയിനിൽ നിന്ന് ചാടി ഇറങ്ങാം. ലെറ്റ്സ് ഗോ. നമ്മളെങ്ങനെ പ്ലെയിനിൽ നിന്ന് ചാടിയേക്കാണ്. എൻ്റെ കയ്യിൽ പിന്നെ പാരച്യൂട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. സേഫായിട്ട് ലാൻഡ് ചെയ്താൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും തലയിടിച്ച് വീഴേ. ഓക്കെ, നമ്മളങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഫ്രാങ്ക്ലിൻ്റെ വീട് ഈ ഭാഗത്തുള്ള കേട്ടാ. ഇതിൻ്റെ അടിയിലാന്ന് തോന്നുന്നുണ്ട്. ആ, ഇതാണ് ഫ്രാങ്ക്ലിൻ്റെ വീട്. ആ ഗുണ്ടകൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിനാണെങ്കിൽ മുട്ടുകുത്തി നിൽക്കുക. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവന്മാരെ തീർത്തളയാം. എൻ്റെ കയ്യിൽ പിന്നെ സ്നൈപ്പറുണ്ട്. ഈ സ്നൈപ്പർ വെച്ച് എല്ലാത്തിനും തീർത്തളയാം. ഇതിൽ പിന്നെ സപ്രസർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. 1 2 3 4 5 6 7 8 ആൾക്കാരുണ്ടായിരുന്നു. 8 എണ്ണത്തിനെ തീർത്തളഞ്ഞു. അവർക്ക് പിന്നെ മനസ്സിലായില്ല ഏട്ടാ എവിടെന്നാ വെടിവെച്ചെന്ന്. എടാ ഫ്രാങ്ക്ലിനെ എനിക്ക്, ഞാൻ ദേ വന്നു. എടാ ജാക്കേ, നീയായിരുന്നാ? എന്തെങ്കിലും ആവട്ടെ, നീ പിന്നെ കറക്റ്റ് ടൈമിൽ വന്നേ. ഇല്ലായിരുന്നെങ്കിൽ പണിപ്പാളിയനേട്ടാ, ഇവന്മാരെന്നെ തീർത്തളം ഞാൻ. എന്നാലും ഇവരാരാണാവോ, എന്തിനാണാവോ എന്നെ കിഡ്നാപ്പ് ചെയ്തേ? എടാ ഫ്രാങ്ക്ലിനെ, ഇവരൊക്കെ ലോസ്റ്റ് ഗാങ്ങിൻ്റെ ആൾക്കാരാ. ഇവർ ലോസ് ആൻഡോസിലെ വലിയൊരു ഗ്യാങ്ങാ. ഇവർ പക്ഷെ നിന്നെ എന്തിനാണോ കിഡ്നാപ്പ് ചെയ്തേ? എന്നിട്ടായാലും നീ രക്ഷപ്പെട്ടില്ലേ, അത് മതി. ഞാനിവിടെ ഉള്ളപ്പോഴേ നിനക്കൊന്നും സംഭവിക്കില്ല, അതൊക്കെ അത്ര ഉള്ളൂ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.